ഹായ് നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാൻ ഇന്നൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ്, പച്ചമുളകൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ബസുമതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് റൈസ് വേണമെങ്കിലും എടുക്കുക. ഒരു 10 മിനിറ്റ് കഴുകി വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. റൈസ് വേവിക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാം. ഈ റൈസ് വേവിച്ച് വെള്ളം ഊറ്റിയെടുക്കുന്നതുകൊണ്ട് അങ്ങനെ കണക്കിന് ഒന്നും എടുക്കണ്ട. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ആ രീതിയിലൊന്നും വേണ്ട. ഇതുപോലെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ കുറച്ച് ഉപ്പിട്ട് അരിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാടങ്ങ് വെന്ത് പോകരുത്. ഒരു 1/4 വേവിന് വേവിച്ചിട്ട് വെള്ളം ഊറ്റി എടുക്കാം. ബീൻസും ക്യാരറ്റും ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി അത് സെപ്പറേറ്റായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം. അരി ഇതുപോലെ ഞാൻ വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. വളരെ എളുപ്പമാണ്. ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കേണ്ടത് കേട്ടോ. വെളിച്ചെണ്ണ അറിയാമല്ലോ എല്ലാവർക്കും, വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, അല്ലാത്ത ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റാം. അതിൻ്റെ വെളുത്തുള്ളി അങ്ങ് ഒരു റോസ്റ്റായി പോകരുത്, അതിൻ്റെ മണം അങ്ങോട്ട് മാറരുത്. ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച സവാളയും കൂടി ഇട്ട് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ്, ബീൻസ്, ഉള്ളിത്തണ്ടുണ്ടെങ്കിൽ അതും ചേർക്കുക കേട്ടോ, വളരെ നല്ലതാണ്. അതുകൂടെ ഇട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് അതൊരു സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ട് പച്ചക്കറി അരിഞ്ഞത് മാറ്റിയിട്ട് 2 മുട്ട അതിലേക്ക് ഒഴിച്ച് ഇതേപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. ഇതുപോലെ എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന പോലെ. ഇനി മസാല ചേർക്കാം. ഹാപ്പി മായുടെ ഫ്രൈഡ് റൈസ് മസാലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വളരെ ടേസ്റ്റാണ് അത് കേട്ടോ. ഒരുപാട് നല്ല ഒരു മണവും രുചിയൊക്കെ കിട്ടുന്ന ഒരു മസാലയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറിടാം. ചോറ് ഒട്ടും കുഴഞ്ഞു പോകാതെ നന്നായിട്ട് ഇട്ട് എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോയ സോസും കൂടി ഒഴിക്കണം. സോയ സോസ് കൂടിപ്പോകാതിരിക്കാൻ നോക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി.